ഹായ്, എല്ലാവർക്കും BSc മാസ്റ്ററിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് BNSൻ്റെ 6ാമത്തെ മോക്ക് ടെസ്റ്റാണ്. അപ്പോൾ നമുക്ക് നേരം കളയാതെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, BNS അനുസരിച്ച് കുറ്റകരമായ നരഹത്യ നിർവഹിച്ചിരിക്കുന്നത് ഏത് വകുപ്പിലാണ്? സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്, എല്ലാവർക്കും അറിയും, പഠിച്ചവർക്കൊക്കെ അറിയാവുന്നൊരു ചോദ്യമാണിത്. കുറ്റകരമായ നരഹത്യയെക്കുറിച്ച് നിർവഹിച്ചിരിക്കുന്ന വകുപ്പ് ഏതാണ്? ഓപ്ഷൻ ബി 100. സെക്ഷൻ 100ലാണ് കുറ്റകരമായ നരഹത്യയെക്കുറിച്ച് നിർവഹിച്ചിരിക്കുന്നത്. പണ്ടത്തെ IPCയിൽ ഏതായിരുന്നു? 299 കുറ്റകരമായ നരഹത്യ. ഓക്കെ അല്ലേ? അത് പഠിക്കേണ്ട ആവശ്യമില്ല, എന്നാലും പറഞ്ഞു തന്നേ ഉള്ളൂ. നിങ്ങൾ പഠിക്കേണ്ടത് 100, കുറ്റകരമായ നരഹത്യ 100. രണ്ടാമത്തെ ചോദ്യം, BNS സെക്ഷൻ 100ൻ്റെ വിശദീകരണ പ്രകാരം താഴെ പറയുന്നവയിൽ ഏതാണ് കുറ്റകരമായ നരഹത്യയുടെ പരിധിയിൽ വരുന്നത്? സെക്ഷൻ 100 കുറ്റകരമായ നരഹത്യയാണ്. അപ്പോൾ അതിൻ്റെ പരിധിയിൽ വരുന്നത് ഏതൊക്കെയാണെന്ന് ചോദിച്ചത്. നമുക്ക് ഓരോ സ്റ്റേറ്റ്മെൻറ്റ് വെച്ച് നോക്കാം. എ, മാതാവിൻ്റെ ഗർഭപാത്രത്തിലുള്ള ശിശുവിൻ്റെ മരണം സംഭവിക്കുന്നത്. ബി, ജീവനുള്ള ഒരു ശിശുവിൻ്റെ ഏതെങ്കിലും ഭാഗം പുറത്തു വന്നതിനു ശേഷം മരണം സംഭവിക്കുന്നത്. സി, ഉചിതമായ വിദഗ്ധ ചികിത്സ നൽകിയാൽ രക്ഷപ്പെടുത്താമായിരുന്ന പരിക്കേൽപ്പിച്ച വ്യക്തി മരണത്തിന് കാരണമാകുന്നത്. ഓപ്ഷൻ ഡി, ബിയും സിയും ശരിയാണ്. ഏതാണ്? ഓപ്ഷൻ ഡി ആണല്ലേ. ബിയും സിയും ശരിയാണ്. എ തെറ്റാവാനുള്ള കാരണം എന്താ? മാതാവിൻ്റെ ഗർഭപാത്രത്തിലുള്ള ശിശുവിൻ്റെ മരണം സംഭവിക്കുന്നത് കുറ്റകരമായ നരഹത്യയിൽ വരുന്നില്ല. ജീവനുള്ള ഒരു ശിശുവിൻ്റെ ഏതെങ്കിലും ഭാഗം പുറത്തു വന്നതിന് ശേഷമാണ് മരണം സംഭവിക്കുന്നതെങ്കിൽ അത് കുറ്റകരമായ നരഹത്യയാണ്. അപ്പോൾ പഠിക്കേണ്ടത് എന്താണ്? കുറ്റകരമായ നരഹത്യയെക്കുറിച്ച് നിർവഹിച്ചിരിക്കുന്ന സെക്ഷൻ ഏതാണ് പഠിക്കുക, 100. പിന്നെ ഈ 2 എക്സാമ്പിളും പഠിക്കുക, ബിയും സിയും ഉള്ള 2 എക്സാമ്പിളും പഠിച്ചു വയ്ക്കുക, അത്ര മതി. മൂന്നാമത്തെ ചോദ്യം നോക്കാം. BNSലെ കൊലപാതകത്തെക്കുറിച്ച് നിർവഹിച്ചിരിക്കുന്നത് ഏത് സെക്ഷനിലാണ്? ഇതും സിമ്പിളായിട്ടുള്ള ചോദ്യമാണല്ലേ. ഏതാണ്? ഓപ്ഷൻ ബി, സെക്ഷൻ 101ലാണ് കൊലപാതകത്തെക്കുറിച്ച് നിർവഹിച്ചിരിക്കുന്നത്. IPCയിൽ കൊലപാതകം ഏതായിരുന്നു? 300 ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഓർത്ത് വയ്ക്കുക. ഇത് 101ആണ്. ഇതാണ് പഠിക്കേണ്ടത് കേട്ടോ. BNSലാണ് പഠിക്കേണ്ടത്. 101ലാണ് കൊലപാതകത്തെക്കുറിച്ച് നിർവഹിച്ചിരിക്കുന്നത്. നാലാമത്തെ ചോദ്യം നോക്കാം. ഒരു വ്യക്തി ആരുടെ മരണമാണോ ഉദ്ദേശിച്ചത് അയാൾക്ക് പകരം മറ്റൊരു വ്യക്തിയുടെ മരണത്തിന് കാരണമാകുന്ന നരഹത്യയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന BNS വകുപ്പ്. ഒരു വ്യക്തി ആരുടെ മരണമാണോ ഉദ്ദേശിച്ചത് അയാൾക്ക് പകരം മറ്റൊരു വ്യക്തിയുടെ മരണത്തിന് കാരണമാകുന്ന നരഹത്യയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന BNS വകുപ്പ് ഏതാണ്? നാലാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ സി, സെക്ഷൻ 102 ആണ്. സെക്ഷൻ 102ലാണ് മാറിപ്പോയിട്ട് നമ്മൾ വിചാരിച്ച ആളല്ലാതെ വേറൊരാളെ കൊലപാതകം ചെയ്യുന്നതിനെക്കുറിച്ച് പറയുന്നത്, അല്ലെങ്കിൽ നരഹത്യ ചെയ്യുന്നതിനെക്കുറിച്ച് പറയുന്നത് സെക്ഷൻ 102ലാണ്. നമുക്ക് ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കിയാലോ. നമ്മൾ 100 പഠിച്ചു അല്ലേ? എന്താണ്? കുറ്റകരമായ നരഹത്യയാണ്. 101 എന്താ? കൊലപാതകമാണ്. ഓർമ്മയല്ലേ? 100ഉം 101ഉം ഓർമ്മയല്ലേ? 102 ഇപ്പം നമ്മൾ പഠിച്ചു. എന്താണ്? ഒരു വ്യക്തി ആരുടെ മരണമാണോ ഉദ്ദേശിച്ചത് അയാൾക്ക് പകരം മറ്റൊരു വ്യക്തിയുടെ മരണം അല്ലെങ്കിൽ നരഹത്യ സംഭവിക്കുന്നതിനെ കുറിച്ചാണ് 102 പറയുന്നത്. ഓക്കെ അല്ലേ? അഞ്ചാമത്തെ ചോദ്യം, കൊലപാതകത്തിനുള്ള ശിക്ഷയെക്കുറിച്ച് വ്യക്തമാക്കുന്ന BNS വകുപ്പ് ഏതാണ്? കൊലപാതകത്തിനുള്ള ശിക്ഷയെക്കുറിച്ച് പറയുന്ന വകുപ്പ് ഏതാണ്? ഓപ്ഷൻ സി, സെക്ഷൻ 103 ആണ്. സെക്ഷൻ 101, ഓപ്ഷനുള്ള സെക്ഷൻ 101 നമുക്ക് നോക്കാം. എന്താണ്? കൊലപാതകമാണ് അല്ലേ? സെക്ഷൻ 101 കൊലപാതകം. അതുപോലെ തന്നെ 102 ഏതാണ്? മാറിപ്പോയിട്ട് കൊലപാതകം ചെയ്യുന്നത്, ഉദ്ദേശിച്ച വ്യക്തി അല്ലാതെ മറ്റൊരു വ്യക്തിയെ കൊലപാതകം ചെയ്യുന്നതിനാണ് 102 പറയുന്നത്. 103 കൊലപാതകത്തിനുള്ള ശിക്ഷയാണ് അല്ലേ? ശിക്ഷയെക്കുറിച്ചാണ് പറയുന്നത്. ആറാമത്തെ ചോദ്യം നോക്കാം. BNS നിയമപ്രകാരം പുതുതായി ഉൾപ്പെടുത്തിയ ആൾക്കൂട്ട ആക്രമണം വഴിയുള്ള കൊലപാതകത്തിന് ശിക്ഷ വ്യവസ്ഥ ചെയ്യുന്ന വകുപ്പ് ഏതാണ്? ആൾക്കൂട്ട ആക്രമണത്തെക്കുറിച്ച് പറയുന്ന സെക്ഷൻ ഏതാണെന്ന ചോദ്യം. ഏതാണ്? പുതുതായി കൂട്ടിച്ചേർത്തതുകൊണ്ട് തന്നെ അത് ക്ലോസിലായിരിക്കും വരിക അല്ലേ? അപ്പോൾ ഏതാണ്? സെക്ഷൻ 103 ആണ്.
103 ക്ലോസ് 2 ആണ്. ഓക്കെ അല്ലേ? ആൾക്കൂട്ട ആക്രമണം ഏതാണ്? സെക്ഷൻ 103 2 ആണ്. ഈ ആൾക്കൂട്ട ആക്രമണം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? എന്താണ് ഉദ്ദേശിക്കുന്നത്? ആൾക്കൂട്ട ആക്രമണം എന്ന് പറഞ്ഞാൽ 5 അതിലധികമോ വ്യക്തികൾ, ഒരു സംഘം, വംശം, ജാതി, സമൂഹം, ലിംഗഭേദം, അതുപോലെ തന്നെ ജന്മസ്ഥലം, ഭാഷ എന്നീ കാരണങ്ങൾ കൊണ്ടൊക്കെ അയാളെ ആക്രമിക്കുക അല്ലെങ്കിൽ കൊലപാതകം നടത്തുക. ഇതാണ് ആൾക്കൂട്ട ആക്രമണം എന്ന് പറയുന്നത്. ഇതിനുള്ള ശിക്ഷ എന്തായിരിക്കും? വധശിക്ഷ, ജീവപര്യന്തം തടവൊക്കെ ലഭിക്കും. പിഴയും ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇത് ശ്രദ്ധിക്കേണ്ടത്, ഇതിൽ പങ്കാളിയാകുന്ന എല്ലാ വ്യക്തികളും, അതായത് പറഞ്ഞു നമ്മൾ 5 അതിലധികം ആളുകൾ ഉണ്ടെങ്കിലാണ് ആൾക്കൂട്ട ആക്രമണം എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു 6 പേരുടെ സംഘമാണ് ഇങ്ങനെ ചെയ്യുന്നതെങ്കിൽ ആ 6 പേരും കുറ്റത്തിന് ഉത്തരവാദിയാണ്. ഈ കുറ്റം ചെയ്തതിന് ഉത്തരവാദിത്തമാണ്. ഈ 6 പേർക്കും വധശിക്ഷ ലഭിക്കും അല്ലെങ്കിൽ ജീവപര്യന്തം തടവ് ലഭിക്കും. ഓക്കെ അല്ലേ? എന്താ 7ാമത്തെ ചോദ്യം അങ്ങനെ തന്നെ വന്ന ചോദ്യം അല്ലേ? ആ സെയിം തന്നെയാണ്. എന്താ വായിച്ചു നോക്കാം. 5 അതിലധികമോ വ്യക്തികൾ അടങ്ങുന്ന ഒരു സംഘം ജാതി, മതം, ഭാഷ അല്ലെങ്കിൽ ലിംഗഭേദത്തിൻ്റെ പേരിൽ ഒരാളെ ആൾക്കൂട്ട ആക്രമണത്തിലൂടെ കൊലപ്പെടുത്തിയാൽ സെക്ഷൻ 103 2 നമ്മൾ പറഞ്ഞു അല്ലേ, അവർക്ക് ലഭിക്കാവുന്ന ശിക്ഷ എന്താണ്? ഓപ്ഷൻ സി, വധശിക്ഷയോ ജീവപര്യന്തം തടവോ കൂടാതെ പിഴയും ലഭിക്കും. നമ്മളിപ്പോൾ പറഞ്ഞ സംഭവമാണല്ലേ വന്നത്. 5 അതിലധികമോ വ്യക്തികളടങ്ങുന്ന ഒരു സംഘം ജാതി, മതം, ഭാഷ അല്ലെങ്കിൽ ലിംഗഭേദത്തിൻ്റെ പേരിൽ ഒരാളെ ആൾക്കൂട്ട ആക്രമണത്തിലൂടെ കൊലപ്പെടുത്തിയാൽ സെക്ഷൻ 103 2 ബാധകമാണ്. അതിനുള്ള ശിക്ഷ എന്ന് പറയുന്നത് വധശിക്ഷയോ ജീവപര്യന്തം തടവോ കൂടാതെ പിഴ ശിക്ഷയോ ലഭിക്കും. അത് പുതുതായി BNS കൂട്ടിച്ചേർത്ത ഒരു വകുപ്പാണ് 103 2 ആൾക്കൂട്ട ആക്രമണം. 5 അതിലധികമോ വ്യക്തികൾ അടങ്ങുന്ന ഒരു സംഘമായിരിക്കണം അത് ചെയ്യുന്നത്. ഇത്ര കാര്യങ്ങൾ അതിൽ ഓർത്തിരുന്നാൽ മതി, മാർക്ക് കിട്ടും. 8ാമത്തെ ചോദ്യം. ജീവപര്യന്തം തടവ് ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി മറ്റൊരു കൊലപാതകം നടത്തിയാൽ അയാൾക്ക് നൽകേണ്ട ശിക്ഷയെക്കുറിച്ച് വ്യക്തമാക്കുന്ന വകുപ്പ് ഏതാണ്? ഓപ്ഷൻ സി, സെക്ഷൻ 104 ആണ്. നമ്മളിപ്പോൾ ഇതിൽ 102 നമ്മൾ പഠിച്ചതാണ്. എന്താണ് 102? മരണം ഉദ്ദേശിച്ച വ്യക്തിയല്ലാതെ മറ്റൊരു വ്യക്തിയുടെ മരണത്തിന് കാരണമാകുന്ന നരകത്തെക്കുറിച്ചാണ് 102 പറയുന്നത്. 103 എന്താണ്? കൊലപാതകത്തിനുള്ള ശിക്ഷയാണ് അല്ലേ? അപ്പോൾ അത് രണ്ടും ഓർത്ത് വയ്ക്കുക. 102 103 പഠിക്കാം, ഓർത്ത് വയ്ക്കുക. 104 നമ്മൾ പഠിച്ചു. എന്താണ്? ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ച ഒരു വ്യക്തി വീണ്ടും ഒരു കൊലപാതകം ചെയ്യുന്നതിനെ കുറിച്ചാണ് 104 പറയുന്നത്. 105 നമുക്ക് വഴിയെ പഠിക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ 104 ഓർക്കാനുള്ളൊരു കോഡല്ല, ഒരു കഥ പോലെ ഓർത്ത് വെച്ചാൽ മതി. കാരണം ജീവപര്യന്തം തടവ് ലഭിച്ച ഒരു വ്യക്തിയാണ് ഈ കൊലപാതകം ചെയ്യുന്നത്. അപ്പോൾ ഒരു നോർമൽ ഒരു വ്യക്തിയാണെങ്കിൽ ജീവപര്യന്തം തടവ് കിട്ടിയാൽ അയാൾ പിന്നെ അടങ്ങിയിരിക്കും. കാരണം വേറെ കൊലപാതകത്തിന് പോവില്ല. അപ്പോൾ ആ വ്യക്തിക്ക് എന്താ, 4 കാലിലായതുകൊണ്ടാണ്, 4 കാലെന്ന് പറഞ്ഞാൽ മദ്യപിച്ച് അങ്ങനെ എന്തെങ്കിലും ഓർത്ത് വയ്ക്കുക, ആയതുകൊണ്ടാണ് കൊലപാതകം ചെയ്യുന്നത്. അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. 4 കാലിലായതുകൊണ്ടാണ് അയാൾ വീണ്ടും ഒരു കൊലപാതകം ചെയ്യുന്നത്. ജീവപര്യന്തം തടവ് ലഭിച്ച ഒരു വ്യക്തി വീണ്ടും ഒരു കൊലപാതകം ചെയ്യുന്നെങ്കിൽ അയാൾ 4 കാലിലായിരിക്കും എന്ന് ഓർത്ത് വയ്ക്കുക. പിന്നെ നമുക്ക് 100 ഓൾറെഡി കിട്ടും. കാരണം കുറ്റകരമായ നരഹത്യ, അതുപോലെ തന്നെ കൊലപാതകം 101 അങ്ങനെ നമുക്ക് ഓർക്കുമ്പോൾ 100 നമുക്ക് കിട്ടും. പക്ഷെ അവസാനത്തെ സംഖ്യ ഏതാണെന്ന് കിട്ടില്ല. കൊലപാതകം ആയതുകൊണ്ട് 100ൻ്റെ മേലേക്കുള്ള സംഖ്യയാണെന്ന് കിട്ടും. പക്ഷേ അവസാനം 4 നമുക്ക് ഓർമ്മ കിട്ടില്ല. അങ്ങനെയാണെങ്കിൽ 4 കാലിലാവുമ്പോഴാണ് ഈ കൊലപാതകം ചെയ്യാമെന്ന് ഓർത്താൽ മതി. അപ്പോൾ നമുക്ക് 104 കിട്ടും. ഓക്കെ അല്ലേ? അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. സംഭവം നമുക്ക് പഠിക്കാൻ വേണ്ടി അങ്ങനെയെങ്കിലും ഓർത്ത് വെക്കുക. നമുക്ക് ഓപ്ഷനിൽ അത് മനസ്സിലാവും കാണുമ്പോൾ. ഓക്കെ. 9ാമത്തെ ചോദ്യം നോക്കാം. കൊലപാതകമാകാത്ത കുറ്റകരമായ നരഹത്യയ്ക്കുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന BNS 2023 വകുപ്പ് ഏതാണ്? കൊലപാതകം ആകാത്ത കുറ്റകരമായ നരഹത്യയ്ക്കുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന BNS 2023 വകുപ്പ് ഏതാണ്? നമുക്ക് എലിമിനേഷൻ മെത്തേഡ് വെച്ചിട്ടൊന്ന് ചെയ്ത് നോക്കാം. നമുക്കിത് അറിയില്ലെങ്കിൽ പോലും ഈ ചോദ്യത്തിൻ്റെ ഓപ്ഷൻസ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് കിട്ടും. കാരണം നമുക്ക് ബാക്കിയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. 100 എന്താണ്? കുറ്റകരമായ നരഹത്യ. 100 എന്താണ്? 101 കൊലപാതകമാണ്. 103 കൊലപാതകത്തിനുള്ള ശിക്ഷ. അപ്പോൾ ആൻസർ ഏതായിരിക്കും? 105 ആയിരിക്കും. അപ്പോൾ 105 എന്താണ്? കൊലപാതകം ആകാത്ത കുറ്റകരമായ നരഹത്യയ്ക്കുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന BNS 2023 വകുപ്പാണ് വകുപ്പ് 105.
10ാമത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യനാണ്, നല്ല ക്വസ്റ്റ്യനാണ് കേട്ടോ. BNS 2023 പ്രകാരം ഒന്നാമത്തെ പ്രസ്താവന നോക്കാം. എക്സ് എന്ന വ്യക്തി വൈനെ കൊല്ലണമെന്ന ഉദ്ദേശത്തോടെ വെടിവെക്കുന്നു. എന്നാൽ വെടിയേറ്റത് അവിടെയുണ്ടായിരുന്ന ഇസഡ് എന്ന വ്യക്തിക്കാണ്. ഇസഡ് മരണപ്പെടുന്നു. ഇവിടെ എക്സ് ചെയ്തത് കൊലപാതകമല്ല. പ്രസ്താവന 1. നമുക്ക് ആദ്യം പ്രസ്താവനകളൊക്കെ ഒന്ന് വായിക്കാം. രണ്ടാമത്തെ പ്രസ്താവന നോക്കാം. മരണം ഉദ്ദേശിച്ച വ്യക്തിയല്ലാതെ മറ്റൊരു വ്യക്തിയുടെ മരണത്തിന് കാരണമാകുന്ന നരഹത്യയെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. BNS സെക്ഷൻ 102 മൂന്നാമത്തെ പ്രസ്താവന 5 അതിലധികമോ ആളുകൾ ചേർന്ന വംശത്തിൻ്റെയോ ജാതിയുടെയോ പേരിൽ നടത്തുന്ന ആൾക്കൂട്ട ആക്രമണ കൊലപാതകങ്ങൾക്ക് BNS സെക്ഷൻ 103(2) പ്രകാരം വധശിക്ഷയോ ജീവപര്യന്തമോ ലഭിക്കാം. ഇത് രണ്ടും നമ്മൾ പഠിച്ചതാണ്. സെക്ഷൻ 103(2) നമ്മൾ പഠിച്ചതാണ്. ആൾക്കൂട്ട ആക്രമണമാണ് പഠിച്ചു. അപ്പോൾ അത് ശരിയാണ്. പിന്നെന്താണ്, 102 നമ്മൾ പഠിച്ചു. എന്താണ്, മരണം ഉദ്ദേശിച്ച വ്യക്തിയല്ലാതെ മറ്റൊരു വ്യക്തിയുടെ മരണത്തിന് കാരണമാകുന്ന നരഹത്യയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന BNS വകുപ്പ് ഏതാണ്? 102. അപ്പോൾ ഇത് രണ്ടും നമുക്ക് കൺഫേം ആണ്, ശരിയാണെന്ന്. നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ നോക്കാം. കണ്ടോ, എല്ലാ പ്രസ്താവനകളും ശരിയാണെന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ഓപ്ഷൻ ഒന്നാമത്തെ പ്രസ്താവന നമുക്ക് എന്തായാലും അറിഞ്ഞിരിക്കണം. എന്താണ്, എക്സ് എന്ന വ്യക്തി വൈനെ കൊല്ലണമെന്ന ഉദ്ദേശത്തോടെ വെടിവെക്കുന്നു. എന്നാൽ വെടിയേറ്റത് അവിടെയുണ്ടായിരുന്ന ഇസഡ് എന്ന വ്യക്തിക്കാണ്. ഇസഡ് മരണപ്പെടുന്നു. ഇവിടെ എക്സ് ചെയ്തത് കൊലപാതകമല്ല എന്നാണ് പറയുന്നത്. എന്നാൽ BNS 2023 വകുപ്പ് പ്രകാരം എന്താണ്, ഒരാളെ ലക്ഷ്യം വെച്ച് മറ്റൊരാൾ കൊല്ലപ്പെട്ടാലും അത് കുറ്റകരമായ നരഹത്യയാണ്, അല്ലെങ്കിൽ കൊലപാതകമാണ് എന്ന് ഓർക്കണം. BNS 2023 നിയമപ്രകാരം എന്താണ്, ഒരാളെ ലക്ഷ്യം വെച്ച് മറ്റൊരാൾ കൊല്ലപ്പെട്ടാലും അത് കുറ്റകരമായ നരഹത്യ അല്ലെങ്കിൽ കൊലപാതകമാണ്. അപ്പോൾ ഓപ്ഷൻ എന്താണ്, പ്രസ്താവന 1 കൊലപാതകമല്ല എന്നാണ് ഇവിടെ പറയുന്നത്. അത് തെറ്റല്ലേ? കൊലപാതകമാണ്. ഒരാൾ നമ്മൾ വിചാരിച്ച ആളല്ലെങ്കിലും മറ്റൊരാൾക്ക് അത് പരിക്കേറ്റാൽ അല്ലെങ്കിൽ കൊലപാതകം അല്ലെങ്കിൽ മരണം സംഭവിച്ചാൽ അത് കുറ്റമാണ് BNS 2023 നിയമപ്രകാരം. അപ്പോൾ ഓപ്ഷൻ ബി ആയിരിക്കും ശരി. 2ഉം 3ഉം എന്നിവ ശരിയാണ്, 1 തെറ്റാണ്. ഓക്കെ അല്ലേ? 11ാമത്തെ ചോദ്യം നോക്കാം. കടുത്ത ഹൃദയരോഗമുള്ള ഒരു വ്യക്തിയെ എ എന്നയാൾ ക്രൂരമായി മർദ്ദിക്കുന്നു. സാധാരണ ഒരാൾക്ക് മർദ്ദനം കൊണ്ട് മരണം സംഭവിക്കില്ലായിരുന്നു എങ്കിലും രോഗബാധിതനായ ആ വ്യക്തി മർദ്ദനമേറ്റ് മരണപ്പെടുന്നു. ഇവിടെ എ ചെയ്ത കുറ്റം ഏതാണെന്ന് ചോദിച്ചത്. ഏതാണ്? ഓപ്ഷൻ ബി, കുറ്റകരമായ നരഹത്യ. കുറ്റകരമായ നരഹത്യയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ ഏതാണ്? നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്, സെക്ഷൻ 100. ഓക്കെ അല്ലേ? 12ാമത്തെ ചോദ്യം നോക്കാം. ഒരു ജനക്കൂട്ടത്തിന് നേരെ എം എന്ന വ്യക്തി യാതൊരു കാരണവുമില്ലാതെ പീരങ്കി വെടി തീർക്കുകയും അതിൽ ഒരാൾ കൊല്ലപ്പെടുകയും ചെയ്യുന്നു. ഒരു പ്രത്യേക വ്യക്തിയെ കൊല്ലാൻ എമ്മിന് മുൻകൂട്ടി പ്ലാൻ ഇല്ലായിരുന്നുവെങ്കിലും BNS പ്രകാരം ഇത് ഏത് കുറ്റമാണ്? ഏതാണ്? ഓപ്ഷൻ എ, അത് കൊലപാതകമാണ്. ഓപ്ഷൻ എ, അത് കൊലപാതകം തന്നെയാണ്. ഓക്കെ അല്ലേ? കൊലപാതകത്തെക്കുറിച്ച് പറയുന്നത് വകുപ്പ് ഏതാണ്? 101. അശ്രദ്ധ മൂലമുള്ള മരണം ഏതാണ് വകുപ്പ് അറിയോ? അശ്രദ്ധ മൂലം മരണം സംഭവിക്കുന്നത് വകുപ്പ് 106. ആത്മഹത്യ പ്രേരണയ്ക്കുള്ള വകുപ്പ് അറിയോ? ആത്മഹത്യ പ്രേരണ 108. ഇതൊക്കെ ഓർത്ത് വയ്ക്കുക. നമ്മൾ ഓരോ ഓപ്ഷൻസ് കിട്ടുമ്പോഴും അത് ഏതാണെന്ന് നമ്മൾ നോക്കണം. എന്നാലും നമുക്കത് റിവിഷൻ ആയിരിക്കും അപ്പോൾ നമ്മൾ മറക്കാതിരിക്കും. 13ാമത്തെ ചോദ്യം നോക്കുകയല്ലേ. ഒരു ഗ്രാമത്തിൽ വെച്ച് 6 വ്യക്തികൾ അടങ്ങുന്ന ഒരു സംഘം ജാതിയുടെയോ മതത്തിൻ്റെയോ പേരിൽ പി എന്ന വ്യക്തിയെ അടിച്ചു കൊല്ലുന്നു. BNS പ്രകാരം ഈ കുറ്റകൃത്യം അറിയപ്പെടുന്നത് ഏത് പേരിൽ? ഏതാണ്? പറഞ്ഞതാണല്ലേ, കുറേ പ്രാവശ്യം പറഞ്ഞ ചോദ്യം തന്നെയാണ്. അത് ഒരു അപ്ലിക്കേഷൻ ലെവലിൽ വന്ന ചോദ്യമാണെന്ന് മാത്രം. ഏതാണ്? ആൾക്കൂട്ട ആക്രമണം. ആൾക്കൂട്ട ആക്രമണത്തിൽ പറയുന്നത് എന്താണ്? ആൾക്കൂട്ട ആക്രമണം പറയുന്നത് 5 അതിലധികമോ വ്യക്തികളുടെ ഒരു സംഘം ജാതി, അതുപോലെ തന്നെ സമൂഹം, ലിംഗഭേദം, ജനനസ്ഥലം എന്നീ കാരണങ്ങൾ കൊണ്ടൊക്കെ ഒരാളെ മർദ്ദിക്കുക അല്ലെങ്കിൽ കൊലപാതകം ചെയ്യുക, ആക്രമിക്കുക, അങ്ങനെയൊക്കെ വന്നാൽ അത് ആൾക്കൂട്ട ആക്രമണമാണ്. അതിൽ ഓരോ വ്യക്തിയും വധശിക്ഷ അല്ലെങ്കിൽ ജീവപര്യന്തം തടവ് എന്ന കുറ്റത്തിന് അർഹനാണ് എന്നാണ് ആൾക്കൂട്ട ആക്രമണം സെക്ഷൻ 103(2) പ്രകാരം പറയുന്നത്. അപ്പോൾ അത് ഓക്കെ അല്ലേ?
ഇതിൽ 6 വ്യക്തികളാണ് പറയുന്നത്. ഈ ചോദ്യത്തിൽ 6 വ്യക്തികളാണ്. അപ്പോൾ ഇതിലെ 6 വ്യക്തികളും എന്തിന് അർഹനാണ്? ഏത് കുറ്റത്തിന് അർഹനാണ്? ആൾക്കൂട്ട ആക്രമണത്തിന് 103(2) പ്രകാരം. ഓക്കെ അല്ലേ? എന്തായിരിക്കും ശിക്ഷ? ജീവപര്യന്തം തടവും വധശിക്ഷയോ ലഭിക്കും, പിഴയും ഉണ്ടായിരിക്കും. ഓക്കെ അല്ലേ? 14ാമത്തെ ചോദ്യം, BNS 2023 ഏത് വകുപ്പ് പ്രകാരമാണ് വധശ്രമം കുറ്റകരമാക്കിയിരിക്കുന്നത്? BNS 2023 ഏത് വകുപ്പ് പ്രകാരമാണ് വധശ്രമം കുറ്റകരമാക്കിയിരിക്കുന്നത്? ഏതാണ്? ഓപ്ഷൻ ഡി, സെക്ഷൻ 109 ആണ് അല്ലേ? 109ലാണ് വധശ്രമത്തെക്കുറിച്ച് പറയുന്നത്. ഇതിൽ പഠിക്കേണ്ട 2 ശിക്ഷ, വധശ്രമത്തിനുള്ള ശിക്ഷ നമുക്ക് പഠിക്കാനുണ്ട് അല്ലേ? 109ലാണ് വധശ്രമത്തെക്കുറിച്ച് പറയുന്നത്. ഇതിൽ പഠിക്കേണ്ടത് 2 ശിക്ഷ, 2 കണ്ടീഷനാണ് ഓർക്കേണ്ടത്. ഒന്ന്, വധശ്രമം നടത്തിയാലുള്ള ശിക്ഷ. വധശ്രമം നടത്തിയാലുള്ള ശിക്ഷ എന്ന് പറയുന്നത് 10 വർഷം തടവും പ്ലസ് പിഴയാണ്. ഓക്കെ അല്ലേ? എന്നാൽ ഈ വധശ്രമത്തിനിടയിൽ അയാൾക്ക് പരിക്കേറ്റാൽ എന്ത് സംഭവിക്കും? പരിക്കേറ്റാൽ ജീവപര്യന്തം തടവ് ലഭിക്കും. ജീവപര്യന്തം തടവ് അല്ലെങ്കിൽ 10 വർഷം തടവും പ്ലസ് പിഴയും ലഭിക്കും. മറ്റത് 10 വർഷം വരെ തടവും പിഴയുമായിരുന്നു. ഇത് 10 വർഷം തടവും ജീവപര്യന്തവും അതുപോലെ തന്നെ പിഴയും കിട്ടും. ഈ മൂന്നെണ്ണത്തിലല്ല, പിഴ എന്തായാലും ഉണ്ടായിരിക്കും. 10 വർഷം തടവ് അല്ലെങ്കിൽ ജീവപര്യന്തം. ഓക്കെ അല്ലേ? ബാക്കിയുള്ള ഓപ്ഷൻസ് കൂടി നമുക്ക് നോക്കാം. നോക്കാം. 100 എന്തായിരുന്നു? കുറ്റകരമായ നരഹത്യ. 101 എന്തായിരുന്നു? കൊലപാതകം. 105 എന്തായിരുന്നു? 105 എന്തായിരുന്നു അറിയോ? കൊലപാതകം ആകാത്ത കുറ്റകരമായ നരഹത്യക്കുള്ള ശിക്ഷയെക്കുറിച്ചാണ് പറയുന്നത്. 105. 109 നമ്മളിപ്പോൾ പറഞ്ഞു, വധശ്രമം. അടുത്തൊരു ക്വസ്റ്റ്യൻ, X എന്ന വ്യക്തി Yനെ കൊലപ്പെടുത്താൻ ഉദ്ദേശിച്ച് ഭക്ഷണത്തിൽ വിഷം കലർത്തുന്നു. തുടർന്ന് ആ ഭക്ഷണം Y കഴിക്കാനായി അയാളുടെ മേശപ്പുറത്ത് കൊണ്ടുപോയി വെക്കുന്നു. ഇവിടെ X ചെയ്ത കുറ്റകൃത്യം എന്താണ്? 15. ഓപ്ഷൻ സി, വധശ്രമമാണല്ലേ? അതായത് വധശ്രമത്തെക്കുറിച്ച് പറയുന്നത് ഏതാണ്? വധശ്രമം നമ്മളിപ്പോൾ പറഞ്ഞു 109ആണ്. ശിക്ഷ എന്താണ്? വധശ്രമം ചെയ്യുന്ന ആൾക്കുള്ള ശിക്ഷ എന്താണ്? 10 വർഷം വരെ തടവും പ്ലസ് പിഴയുമാണ്. എന്നാൽ അയാൾക്കതിൽ പരിക്കേറ്റാലോ? പരിക്കേറ്റ ജീവപര്യന്തം അല്ലെങ്കിൽ 10 വർഷം തടവ് പ്ലസ് പിഴയും ലഭിക്കും. ഓർത്ത് വെക്കണം. ഓക്കെ അല്ലേ? 16ാമത്തെ ചോദ്യം, എം എന്ന വ്യക്തി ഒരു പിഞ്ചു കുഞ്ഞിനെ വധിക്കണമെന്ന ഉദ്ദേശത്തോടെ ആരും വരാത്ത ഒരു വിജനമായ കാട്ടിൽ ഉപേക്ഷിച്ചു പോകുന്നു. ഭാഗ്യവശാൽ കുട്ടി മരണപ്പെട്ടില്ല. എങ്കിൽ BNS പ്രകാരം എം ചെയ്ത കുറ്റം എന്താണ്? ഏതാണ്? അതും വധശ്രമമാണ്. ഓപ്ഷൻ ബി, അതും വധശ്രമം തന്നെയാണ്. അതായത് എം എന്ന വ്യക്തി പിഞ്ചു കുഞ്ഞിനെ വധിക്കണമെന്ന ഉദ്ദേശം അവിടെ ഉണ്ട് അല്ലേ? അതുകൊണ്ട് അതെന്താണ്? വധശ്രമമാണ്. ആരും വരാത്ത ഒരു വിജനമായ കാട്ടിൽ ഉപേക്ഷിച്ചു പോകുന്നു. ഭാഗ്യവശാൽ കുട്ടി മരണപ്പെട്ടില്ല. കുട്ടി മരണപ്പെട്ടില്ലെങ്കിലും അവിടെ വധശ്രമം എന്ന കാര്യം അയാളവിടെ ചെയ്തു. ഏതാണ് വകുപ്പ്? വധശ്രമം 109ആണ്. എന്താണ് ശിക്ഷ? ജീവപര്യന്തം തടവാണ്. പരിക്കേറ്റാൽ ജീവപര്യന്തം തടവ് പ്ലസ് പിഴ ലഭിക്കും. ശ്രമമാണെങ്കിൽ എന്താണ്? 10 വർഷം വരെ തടവും പ്ലസ് പിഴയുമാണ്. പിന്നെ കുറ്റകരമായ നരഹത്യ ഏതാണ്? വകുപ്പ് 100 ആണ് അല്ലേ? അപ്പോൾ നമുക്ക് ഇതുവരെ പഠിച്ച ഇമ്പോർട്ടൻ്റ് ആയ സെക്ഷൻസൊക്കെ നോക്കിയാലോ? ഈ ക്ലാസ്സിൽ പഠിച്ച ഇമ്പോർട്ടൻ്റ് ആയ സെക്ഷൻസൊക്കെ നോക്കാം. ഏതൊക്കെയാണ്? ഒന്നാമത്തത് 100 നമ്മൾ പഠിച്ചു. എന്താണ്? കുറ്റകരമായ നരഹത്യയാണ് 100. 101 പഠിച്ചു. എന്താണ്? കൊലപാതകമാണ് അല്ലേ? കൊലപാതകം. 102 പഠിച്ചു. എന്താണ്? അശ്രദ്ധ മൂലം വേറൊരാളെ, അശ്രദ്ധ അല്ല, മരണം ഉദ്ദേശിച്ച വ്യക്തി അല്ലാതെ മറ്റൊരു വ്യക്തി മരണം സംഭവിക്കുന്നതാണ് 102. 103 എന്താ? കൊലപാതകത്തിനുള്ള ശിക്ഷ എന്താണ്? ജീവപര്യന്തം തടവ് അല്ലെങ്കിൽ വധശിക്ഷ ലഭിക്കും. ഓക്കെ. പിന്നെന്താണ് പഠിക്കുന്നത്? പിന്നെ 103(2) പഠിച്ചു. 103(2) എന്താ? ആൾക്കൂട്ട ആക്രമണം. പിന്നെ നമ്മൾ 104 പഠിച്ചു. എന്താണ്? ജീവപര്യന്തം തടവുള്ള 4 കാലിലുള്ള വ്യക്തിയാണെന്ന് ഓർത്താൽ മതി കേട്ടോ. ജീവപര്യന്തം തടവ് ശിക്ഷിക്കപ്പെട്ട വ്യക്തി മറ്റൊരു കൊലപാതകം ചെയ്യുന്നതിനെ കുറിച്ചാണ് 104 പറയുന്നത്. 106 എന്താണ്?
അശ്രദ്ധ മൂലം മരണം സംഭവിക്കുന്നതിനെ കുറിച്ചാണ് അത് പറയുന്നത്. 106 അശ്രദ്ധ മൂലം മരണം സംഭവിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. പിന്നെ 108 പറയുന്നത് ആത്മഹത്യ പ്രേരണയ്ക്കാണ്. ആത്മഹത്യ പ്രേരണയാണ് 108. അതിനുള്ള ശിക്ഷ എന്താണ്? 10 വർഷം തടവും പ്ലസ് പിഴയുമാണ് ആത്മഹത്യ പ്രേരണ നമ്മൾ ചെയ്താൽ നമുക്ക് കിട്ടുന്ന കുറ്റം എന്ന് പറയുന്നത് 10 വർഷം തടവും പിഴയുമാണ്. പിന്നെ 109 പഠിച്ചു, വധശ്രമമാണ്. അതിൽ 2 കണ്ടീഷനാണ് ഓർക്കേണ്ടത്. എന്തൊക്കെയാണ്? ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് വധശ്രമത്തിനുള്ള ശിക്ഷ എന്ന് പറയുന്നത് 10 വർഷം വരെ തടവും പിഴയും ലഭിക്കും. 10 വർഷം വരെ തടവും പിഴയും ലഭിക്കും. അതുപോലെ തന്നെ അത് പരിക്കേറ്റാൽ, വധശ്രമത്തിനിടയിൽ പരിക്കേറ്റാൽ ജീവപര്യന്തം തടവ് അല്ലെങ്കിൽ 10 വർഷം തടവ് പ്ലസ് പിഴയും ലഭിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്ര സെക്ഷൻസൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക. അടുത്തൊരു ക്ലാസ്സുമായിട്ട് പെട്ടെന്ന് തന്നെ വരാം. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.